തികച്ചും പക്ഷപാതപരമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഫ്ലഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ഏതെങ്കിലും സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇപ്പം തമിഴ്നാടായാലും കേരളമായാലും, കേരളവും തമിഴ്നാടും ഏറ്റവും വലിയ 2018 മഹാപ്രളയത്തിൻ്റെ ദുരന്തം അനുഭവിച്ച സംസ്ഥാനമാണ് കേരളം. അതുപോലെ തമിഴ്നാട്, ചെന്നൈ, അതുപോലെ കർണാടക സംസ്ഥാനം. ആ സംസ്ഥാനങ്ങളുടെയൊന്നും പേരൊന്ന് പരാമർശിക്കാനോ ഫ്ലഡ് കൺട്രോളിൻ്റെ കാര്യത്തിലോ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലോ അതുപോലെ മറ്റേതെങ്കിലും പുതിയ സംരംഭങ്ങളുടെ കാര്യത്തിലോ ഒന്നും ഈ സംസ്ഥാനങ്ങളൊന്നും, കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പേര് പോലും പരാമർശിക്കാതെ പോവുക എന്ന് പറയുന്നത് തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ പ്രേരിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അത് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലാണ്. രാജ്യത്തിൻ്റെ പൊതു സ്വഭാവം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റല്ല, തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കേരളത്തോടുള്ള കനത്ത വിവേചനം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കേവല പരാമർശം പോലും ഇല്ലാത്തത്. ബജറ്റിൽ കേരളം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതിലെ വിമർശനവും നിരാശയുമാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർ പങ്കുവെക്കുന്നത്. NK പ്രേമചന്ദ്രൻ MP വിജയ് ചൗക്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. മറ്റുള്ള MP-മാരും അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കാൻ പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം.